എല്ലാവർക്കും നമസ്കാരം. ബ്രദർ മാരിയോ ജോസഫ് ആൻഡ് ജിജി മാരിയോ ഇവരുടെ വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഏകദേശമൊക്കെ ഇങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ്. ജിജിയാണ് ഇതിനകത്തെ വില്ലെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നിഗമനത്തിൽ ആൾക്കാർ ഇപ്പോൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് എത്തുവാനുള്ള കാരണം നമ്മളുടെ മറുനാടൻ മലയാളിക്കകത്ത് മിസ്റ്റർ ഷാജൻ സ്കറിയുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി. അതിനകത്ത് മാരിയോ ജോസഫുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, അജ്മൽ എന്ന് പറയുന്നവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, എന്താ പറയുക, ഒരു സാറ് ദേവസ്യ ആൻ്റണി എന്ന് പറയുന്ന ഒരു സാറും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂവും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ മുഖവുര എനിക്ക് പറയുവാനുള്ളത്, ദേവസ്യ ആൻ്റണി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പക്ക നിഷ്കളങ്കനാണ്. പുള്ളിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ പുള്ളി അതിനകത്ത് പുള്ളിയുടെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഒരു മകനെ ആരിൽ കാണുന്നു? ഈ നമ്മുടെ മാരിയോയിൽ ഒരു മകനെ കാണുന്നു. അതുകൊണ്ട് പുള്ളി കണ്ണുമടച്ച് മാരിയോ എന്ന് പറയുന്ന വ്യക്തിയെ മകനായിട്ട് അംഗീകരിച്ച് അവിടെ കൂടി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക വേറെ ലക്ഷ്യങ്ങളൊന്നും അതിനകത്തില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് അജ്മലിലോട്ട് വരാം. അതിനു മുൻപേ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി മറുനാടൻ മലയാളിയിൽ അഴിച്ചുവിട്ട കുറച്ച് നുണകളും അതിൻ്റെ മറുപടികളും തെളിവ് സഹിതം നിങ്ങളുടെ മുൻപിലോട്ടൊന്ന് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, ഇവരിപ്പോൾ ഒരു പുതിയ ട്രസ്റ്റ് തുടങ്ങിയതാണല്ലോ. ഇവരുടെ ജിജിയുമായിട്ടുള്ള അടിക്ക് കാരണം ഒരു പുതിയ ട്രസ്റ്റ് ഇദ്ദേഹം തുടങ്ങിയതാണ്. അതായത് അജ്മലിനെയും ഈ ദേവസ്യ എന്ന് പറയുന്ന സാറിനെയും കൂടെ ചേർത്ത് എന്താ പറയുക, ഇവരൊരു പുതിയ ട്രസ്റ്റ് തുടങ്ങി. അതിനകത്ത് ജിജിക്കോ ജിജിയുടെ കുടുംബത്തിനോ മക്കൾക്കോ ഒന്നും അതിനകത്ത് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഷാജൻ സ്കറിയയ്ക്ക് കൊടുത്തൊരു വിശദീകരണം എങ്ങനെയായിരുന്നു? ഇദ്ദേഹം ജിജിയുടെ കുടുംബം ഇതിനകത്തുനിന്ന്, അതായത് ഇവർക്ക് ഓൾറെഡി വേറൊരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിനകത്തുനിന്നും ജിജിയുടെ കുടുംബം കൈയിട്ട് വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് തടയുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ട്രസ്റ്റ് തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? വേറൊരു പുതിയ ട്രസ്റ്റ് തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി അതിൻ്റെ സഹായം തേടി. അപ്പോൾ വക്കീൽ ഇദ്ദേഹത്തോട് ചോദിച്ചു പോലും, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് സാധാ ഒരു ട്രസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു? എൻ ജി ഒ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റ്, അതായത് കമ്പനി ആക്ട് പ്രകാരം ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വക്കീൽ ചോദിച്ചത് പ്രകാരം ഇദ്ദേഹം ഇതിനകത്ത് സമ്മതിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അജ്മലിൻ്റെ വേറൊരു ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അജ്മൽ പറഞ്ഞു, സാറിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, ഞാനാണ് ഇതിൻ്റെ സകല കാര്യങ്ങളും അന്വേഷിച്ച് പെറുക്കി, വക്കീലുമായിട്ട് സംസാരിച്ചതിൻ്റെ സകല കാര്യങ്ങളും അന്വേഷിച്ച് പെറുക്കി എല്ലാം കണ്ടെത്തിയത് അജ്മലാണ് എന്ന് വേറൊരു ചാനലിലെ ഇൻ്റർവ്യൂവിനകത്ത് അജ്മൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇവർ വക്കീലിൻ്റെ അടുത്ത് നിഷ്കളങ്കരായി ചെല്ലുകയും വക്കീൽ ഇവർക്ക് നിയമം പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തത് എന്ന് നിങ്ങൾ ഒരിക്കലും നിഷ്കളങ്കരായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓൾറെഡി അജ്മൽ അതിൻ്റെ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞു. അജ്മൽ പറഞ്ഞത്, അജ്മൽ പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. എന്ന് വെച്ചാൽ ഇവരെല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അംഗീകരിച്ച് അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വക്കീലിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ എൻ ജി ഒയുടെ കാര്യം പറഞ്ഞു. ഇനി എൻ ജി ഒ കമ്പനി ആക്ട് പ്രകാരം വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് മാരിയോ പറഞ്ഞത്, അത് ഞങ്ങൾക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമാണ്, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്, ഒരു തേങ്ങയുമല്ല എന്നുള്ളതും അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഓക്കെ, എൻ ജി ഒ എന്ന് പറയുന്നത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതല്ല. ഒന്നാമത്. രണ്ടാമത്, ഇത് ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മളിത് രജിസ്റ്റർ ചെയ്യുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ, എൻ ജി ഒയുടെ കീഴിൽ വരുന്ന കമ്പനി ആക്ട് പ്രകാരമുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി സുതാര്യമായിട്ട് നമ്മൾക്ക് ഫണ്ട് സ്വീകരിക്കുവാനായിട്ട് പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് സ്വീകരിക്കുവാനും അത് കൊടുക്കുവാനും ഒക്കെ നമ്മൾക്ക് പറ്റും. ഒന്നാമത്. രണ്ടാമത്, ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ നിന്ന് പോലും നമ്മൾക്ക് ഫണ്ടുകൾ സ്വീകരിക്കാം എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, അന്തർദേശീയ തലത്തിൽ നിന്ന് പോലും നമ്മൾക്ക് ഫണ്ട് സ്വീകരിക്കാം. ഒന്ന്. രണ്ടാമത്, ഇതിൻ്റെ ദാതാവ് എന്ന് വെച്ചാൽ ഇതിനകത്ത് സംഭാവന കൊടുക്കുന്നു, അതായത് ഒരു മതത്തിൻ്റെ പേരിലൊക്കെ ആയിട്ട് നമ്മൾ ചാരിറ്റി ചെയ്യുവാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുമ്പോൾ ദാതാവ്, അതായത് കൊടുക്കുന്ന ആൾ ആരാണ് എന്നുള്ളത് നമ്മൾക്ക് കമ്പനിക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത്, ഒന്നാമത് ഇങ്ങനെയുള്ളതിന് നമ്മൾക്ക് ടാക്സ് നമ്മൾക്ക് എന്താ പറയുക കുറഞ്ഞു കിട്ടും. അതായത് നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ അതിനകത്തുനിന്ന് നമ്മൾക്ക് എന്താണ് നികുതി ഇളവ് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതിൻ്റെ
ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തത് മൂന്നാമത്തത് എന്താണ്, ഈ കൊടുക്കുന്ന ആൾക്കാർ ആരാണ് എന്നുള്ളത് ഇവർക്ക് ഇവിടെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇതിനകത്തോട്ട് എന്താണ് സംഭാവന കൊടുക്കാം. അത് ഇനി ആർക്ക് കൊടുക്കാം, അതായത് കോർപ്പറേറ്റുകൾക്ക് പോലും ഇതിനകത്തോട്ട് ഇത് കൊടുക്കാം, സംഭാവനകൾ കൊടുക്കുവാനായിട്ട് പറ്റും. ആ സംഭാവനകളുടെ എല്ലാം രഹസ്യമായിട്ട് ഇവർക്ക് ഇതിനെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, എന്തിന് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന സംഭാവനയുടെ അതിൻ്റെ എല്ലാം നമ്മൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് പറ്റും. അതൊരിക്കലും ഈ NGO ആക്ട് പ്രകാരം ഇവർ എന്താ പറയുക, ഫിലോൽക്കാലിയ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ ഇത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രോഫിറ്റായിട്ട് ഇതിനകത്ത് വരത്തില്ല. എന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞു, കമ്പനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ കമ്പനി അവർക്ക് കൊടുക്കണം, കമ്പനിയുടെ സ്വത്ത് ഗവൺമെന്റിന് എടുക്കാൻ പറ്റും, ഇത് കമ്പനിയുടെ സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ കിട്ടുന്ന സംഭാവനകൾ ഒരിക്കലും എന്തല്ല, അത് കമ്പനിയുടെ പ്രോഫിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പൈസ ഒരിക്കലും കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ട് കിടക്കത്തില്ല. ഇതെന്താണ്, ഇത് ഇവർക്ക് സൗകര്യം പോലെ ചെലവഴിക്കുവാൻ ആരും ചോദിക്കത്തില്ല എന്നുള്ളത് ഇതിനകത്തെ മറ്റൊരു കാര്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ആരാണ് കൊടുക്കുന്നത്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അന്തർദേശീയ തലത്തിൽ നിന്ന് പോലും കൊടുക്കാം. എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളുടെ ഒറ്റ എക്സാമ്പിൾ പറയും, ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഇവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ അതൊരു 50 ലക്ഷം 60 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ സ്രോതസ് ഇവർക്ക് സൂക്ഷിക്കേണ്ട കാര്യമില്ല. അതായത് ഇവരുടെ കമ്പനിയിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അത് 50 ലക്ഷം 60 ലക്ഷം സംഭാവന, എന്തിന്, ചാരിറ്റിക്ക് വേണ്ടിയുള്ള സംഭാവന എന്ന് മാത്രം അവിടെ കാണിച്ചാൽ മതി. അതിന് നികുതി ഇളവും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഓർക്കുക, ആർക്ക് വേണമെങ്കിലും ഇതിനകത്തോട്ട് പൈസ കൊടുക്കാം. രണ്ടാമത് അവരെ എന്താ പറയുക, നമ്മൾ ഇതിനകത്തോട്ട് അവരുടെ പേര് ഇതിനകത്തോട്ട് സൂക്ഷിക്കേണ്ട കാര്യമില്ല, ആരാണ് കൊടുത്തതെന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഏതൊരു തീവ്രവാദ സംഘടനകൾക്ക് വേണമെങ്കിലും ഇതിനകത്തോട്ട് പൈസ കൊടുക്കാം. അത് വെച്ചിട്ട് ഇവരത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതും എന്താ പറയുക, അതും ഇവർക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവർക്ക് പറയാം, അല്ലെ, ഇന്ന അവർക്ക് കൊടുത്തു, ഇന്ന ഇവർക്ക് കൊടുത്തു, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്ന് വെച്ചാൽ ഏത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. അതുകൂടാതെ എന്താണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളതിൻ്റെ എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാം. അതിൻ്റെ കണക്കുകളൊന്നും ആരും ചോദിക്കത്തില്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ മറുനാടനെ പോലും കണ്ണിൽ പൊടിയിട്ട്, മറുനാടനും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അദ്ദേഹം അത് പറഞ്ഞു അവിടുന്ന്, ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കും, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതൊരു വലിയ കടൽ പോലെയാണ്. NGO ആക്ട് പ്രകാരം, NGOയുടെ കമ്പനി ആക്ട് പ്രകാരം നമ്മൾ ഒരു ചാരിറ്റി സംഘടന തുടങ്ങി കഴിയുമ്പോൾ അതിനകത്ത് പല പല ഓപ്ഷൻസുകൾ ഇതിനകത്തുണ്ട്. ഇനി ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസുകൾ ഇവർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് മറ്റാർക്കും അറിയത്തില്ല. അത് ആർക്കേ അറിയത്തുള്ളൂ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് എന്താണ്, ഇദ്ദേഹം പറഞ്ഞു ജിജീനെയും കുടുംബത്തിനെയും ചേർക്കണ്ട, അവരിതിനകത്ത് മറ്റേ ട്രസ്റ്റിനകത്തുനിന്ന് കൈയിട്ട് വരുന്നു, അതുകൊണ്ട് ഇവരെ ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. അജ്മലിനെയും ദേവസ്യ ആന്റണി എന്ന് പറയുന്ന സാറിനെയും ചേർത്തത് ഞങ്ങൾ 3 പേരുടെ പേരിൽ തുടങ്ങിയതെന്ന് പറഞ്ഞു. ഓർക്കുക, NGO ആക്ട് പ്രകാരം ഒരു ചാരിറ്റബിൾ സംഘടന തുടങ്ങുമ്പോൾ അതിനകത്ത് കുടുംബത്തിലുള്ള വേറെ ആരെയും ചേർക്കുവാൻ അതിൻ്റെ നിയമപ്രകാരം പാടില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർ മാത്രമായിരിക്കണം ഇതിനകത്തെ എന്ന് വെച്ചാൽ മെമ്പേഴ്സ്. അതുകൊണ്ട് ജിജീനെയും മക്കളെയും ഇനി പിന്നീട് ചേർക്കാമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ചേർക്കുവാനായിട്ടുള്ള റൈറ്റ്സ് ഇതിനില്ല. ഈ NGOയുടെ കീഴിൽ വന്നു കഴിയുമ്പോൾ അതിന് റൈറ്റ്സ് ഇല്ല. ഓക്കെ, ഓർക്കുക. അതുകൊണ്ട് ഇത് ജിജീനെയും കുടുംബത്തെയും എന്താ പറയുക, അവരിതിനകത്ത് നിന്ന് കൈയിട്ട് വരുന്നു എന്നുള്ള നിഷ്കളങ്ക മനോഭാവത്തോടെ ചെയ്തതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ നിയമം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത് ചെയ്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കറിഞ്ഞുകൂടാ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇതിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഏത് തീവ്രവാദി സംഘടനകളിൽ നിന്നോ ഏത് കോർപ്പറേറ്റുകളിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ഇവർക്ക് ഇതിനകത്തോട്ട് ഫണ്ട് സ്വീകരിക്കുവാനായിട്ട് കഴിയും. അതൊക്കെ നമ്മൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് പറ്റും. അത് ചെലവഴിച്ചതിൻ്റെ കണക്കുകളൊക്കെ നമ്മളുടെ കയ്യിൽ മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓഡിറ്റിംഗ് ഒന്നും നമ്മൾക്ക് എവിടെയും കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ NGOയിൽ വേറെ പല വിധത്തിൽ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിനൊക്കെ കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്തെന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് ഇല്ല എന്നല്ല, ഇതിനകത്ത് നമ്മൾക്ക് നികുതി ഇളവ് ലഭിക്കും. പിന്നെ എന്താണ്, ഈ സംഭാവനകൾ, അതായത് ചാരിറ്റിയായി ലഭിക്കുന്ന സംഭാവനകൾ നമ്മൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് കഴിയും. അതൊരിക്കലും ഓഡിറ്റിങ്ങിന് വിധേയമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു നിഷ്കള
നിഷ്കളങ്കൻ്റെ പൊയ്മുഖം അവിടെ തന്നെ അഴിഞ്ഞു വീണു. എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് വേണമെങ്കിൽ ഇത് ഇന്ന ആണെന്ന് വേണമെങ്കിൽ ഷാജൻ സ്കറിയയ്ക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് പുള്ളി അത് പറഞ്ഞു കൊടുത്തില്ല? പുള്ളിക്കറിയാം ഷാജൻ സ്കറിയ അന്വേഷിച്ചിറങ്ങി കഴിയുമ്പോൾ ഇവരുടേത് ഏത് വകുപ്പിൽ പെട്ടതാണ് എന്നൊന്നും ഷാജൻ അന്വേഷിച്ച് പറക്കുവാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഈ NGO-നെ കുറിച്ച് അന്വേഷിച്ചാലും ഇതിൻ്റെ പൊതുവായിട്ടുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് മുഴുവൻ തേടിയൊന്നും ഷാജന് പോകാനും പറ്റത്തില്ല. ഇനി പോയി കഴിഞ്ഞാൽ തന്നെ ഇവരിതിനകത്ത് ഏത് വകുപ്പിലാണ് ഇവർ പെട്ടിരിക്കുന്നതെന്ന് ഷാജനൊട്ട് അറിയാനും പാടില്ല. കാരണം ഇവരുടെ എല്ലാ ലൈസൻസുകളും കാണിച്ചാൽ മാത്രമേ അതിൻ്റെ രീതിയിലൊരു അന്വേഷണം നടത്തുവാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഷാജൻ മെനക്കെടുമെന്ന് ആരും വിചാരിക്കേണ്ട. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇദ്ദേഹം പറഞ്ഞത് എന്താ പറയുക, ജിജിനോടും ജിജി പറഞ്ഞു ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ട്രസ്റ്റിനകത്ത് നിന്നും ദേവസ്യ ആന്റണി എന്ന് പറയുന്ന സാറിനും അജ്മലിനെയും ഒഴിവാക്കണമെന്ന് ജിജി പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ ആ വീഡിയോയുടെ ക്ലിപ്പിങ്സ് കുറേ പേരെങ്കിലും കേട്ടു എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് അതായത് വേറൊരു ചാനലിൽ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ജിജി പറഞ്ഞിരിക്കുന്നത് അജ്മലിനെ മാറ്റാനേ പറഞ്ഞിട്ടുള്ളൂ. ദേവസ്യ ആന്റണി എന്ന് പറയുന്ന സാറിനെ മാറ്റാൻ പറഞ്ഞിട്ടില്ല. അജ്മലിനെ മാറ്റിയിട്ട് പകരം അവിടെ അഡോണ എന്ന് പറയുന്ന ഇവരുടെ മൂത്ത കുട്ടിയെ അതിനകത്ത് ഇൻവോൾവ് ആക്കുക എന്ന് മാത്രമേ ജിജി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ മര്യാദയ്ക്ക് സൂക്ഷ്മമായി ഞാനത് കേട്ടതാണ്. ഓക്കെ, അവിടെയും മാരിയോ പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം അവിടെയും ജിജിനെ ചുമ്മാ നുണ പറഞ്ഞിടുകയാണ് ചെയ്തത്. ജിജി ദേവസ്യ ആന്റണി എന്ന് പറയുന്ന ആ സാറിനെ മാറ്റാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അജ്മലിനെ മാത്രം മാറ്റുവാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആ വീഡിയോ നമ്മൾ കേട്ടതാണ്. അജ്മലിനെ മാറ്റാൻ പറ്റത്തില്ല, നീ പോയി മകളോട് പറഞ്ഞത് നീ പോയി മരിച്ചാലും ഞാൻ അജ്മലിനെ അതിനകത്ത് മാറ്റത്തില്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇദ്ദേഹം പറഞ്ഞു, വേറൊരു ഷാജൻ്റെ അടുത്ത് പറഞ്ഞു, ഏതോ ജിജിയുടെ ആങ്ങളയ്ക്ക് എങ്ങാണ്ടൊരു വീട് മേടിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഷാജൻ അതിനൊരു മറുവാദം ഉന്നയിച്ചു. ഷാജൻ പറഞ്ഞു, ഇതിൻ്റെ ഓഡിയോ ഉണ്ടല്ലോ, മാരിയോ തന്നെ ഇത് എൻ്റെ പേരിലല്ലാതെ നിങ്ങളുടെ പേരിൽ തന്നെ ഇത് മേടിക്കണം എന്ന് പറഞ്ഞു ഷാജൻ, അതായത് ഈ മാരിയോ തന്നെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ജിജിയുടെ ബ്രദർ എനിക്കത് അയച്ചു തന്നല്ലോ എന്ന് ഷാജൻ പറഞ്ഞപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അത് ഞാൻ നേരത്തെ ഉണ്ടായിരിക്കാം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇവരിത് മേടിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും പച്ച കള്ളമാണ്, നമ്മുടെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്, ഇത് ഓൾറെഡി ഇവരുടെ പ്ലാൻ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ ഒരു വീടോ എന്തോ സംതിങ് ആര് മേടിക്കണം എന്നുള്ളത് ജിജിയുടെ ആങ്ങളയുടെ പേരിൽ അത് മേടിക്കണം എന്നുള്ളത് മാരിയുടെ പെർമിഷനോടെ അവർ ചെയ്തിരിക്കുന്ന കാര്യമാണെന്നുള്ളതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഷാജൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഉൾട്ട കളിച്ചു. ഓക്കെ, ഇനി ഇത് ഷാജൻ അത് പൊളിച്ചടക്കി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അജ്മൽ എന്ന് പറയുന്നവൻ വേറൊരു ചാനലിൽ പോയിട്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. എന്താ കൊടുത്തതെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു അത് പഴയതാണ്, ഇത് ഇവർ പുതിയത് മേടിച്ചതാണെന്ന്. കാരണം അതിനകത്ത് ജനങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനകത്ത് കമൻറ്റിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓൾറെഡി ഷാജൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കള്ളത്തെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് അജ്മൽ പുതിയൊരു കള്ളം അവിടെ ഇറക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതും അവിടെ പൊളിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഈ അജ്മലിൻ്റെ ഭാഗം. അജ്മലിന് ഒരുപാട് സ്വത്തുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ അജ്മലിന് ഒരുപാട് സ്വത്ത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ മാരിയോ പറയുന്നത് ഈ പുള്ളി ബിസിനസ് നടത്തി. എന്ത് ബിസിനസ്സാണ്? ഡൽഹിയിൽ നിന്നുള്ള, നമ്മൾക്കറിയാം ഡൽഹിയിൽ ഇപ്പോൾ എന്താ വാഹനങ്ങൾക്കൊക്കെ കുറേ വില കുറച്ച് കിട്ടും. കാരണം അതിൻ്റെ എന്തോ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾക്കറിയാം. ഏതാണ്ട് പൊടി കൂടുതലായതുകൊണ്ട് അവിടെ ഏതാണ്ടൊക്കെ പഴയ വാഹനങ്ങൾക്ക് ഇത്ര കുറേ വർഷങ്ങളുടെ കുറവുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത് കുറച്ചും കൂടി കൂടുതലുണ്ട്. അങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുവാൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബിസിനസ്സാണ് ഈ അജ്മലിൻ എന്ന് പറഞ്ഞു. ഓർക്കുക, ഇവിടെയും ഒരുപാട് പേര് നമ്മുടെ വണ്ടി കച്ചവടം നടത്തുന്നവരുണ്ടല്ലേ. ആരെങ്കിലും അജ്മലിനെ പോലെ ഇതുപോലെ കോടീശ്വരൻ, ഈ ഒരൊറ്റ ബിസിനസ് കൊണ്ട് കോടീശ്വരന്മാരായ വേറൊരാളെ അജ്മലിന് പകരം കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഈ വണ്ടി കച്ചവടം കൊണ്ട് മാത്രം ഈ അജ്മൽ ഇപ്പോഴായിരിക്കുന്ന ഈ കോടീശ്വര പദവിയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അജ്മലിന് വേറെ എവിടുന്നൊക്കെയോ സ്രോതസ്സുകളിൽ നിന്ന് പണം വരുന്നുണ്ട്. ഓർക്കുക, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനകത്തോട്ട് പണം ഏത് വിധത്തിലും വരാം. അജ്മലിൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കാം, ദേവസ്യ സാറിൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കാം, അതുപോലെ തന്നെ നമ്മളുടെ മാരിയുടെ കയ്യിൽ പൈസ ഏൽപ്പിക്കാം. അങ്ങനെ പലരുടെ കയ്യിലും ഈ പൈസ ഏൽപ്പിക്കാം. ഇതിനകത്ത് പെടുത്തിയെങ്കിൽ മാത്രമേ കമ്പനിയുടെ ഇതിനകത്ത്, അതായത് ട്രസ്റ്റിൻ്റെ കണക്കിനകത്ത് അത് വരത്തുള്ളൂ. ഇല്ല എങ്കിൽ അത് വരത്തില്ല. ആരെന്തറിയാനോ? ഒന്നും വരത്തില്ല. എവിടുന്ന് കിട്ടിയെന്ന് കണക്ക് വരത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കുറേ ജിജി തട്ടിച്ചെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി ഈ അജ്മലും ടീമുകളും അജ്മലും ടീമിനെയും ചേർത്ത് മാരിയോ ആദ്യം ഒരു വീഡിയോ ഇറക്കിയിരുന്നു അല്ലേ.
ആദ്യം മാരിയോയുടെ ചാനലിൽ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ജിജി ട്രസ്റ്റിനകത്ത് അത് പൈസ അടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കള്ള ഒപ്പിട്ട് എന്താണ്ട് ഒരു 5 ലക്ഷത്തിന് കണക്കല്ലാതെ വേറെ ഒന്നും ഇവർക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ മറുനാടനിൽ പറയുന്നുണ്ട്, മാരിയോ മറുനാടനിൽ പറയുന്നുണ്ട്, ട്രസ്റ്റിനകത്ത് ജിജിക്കും കുടുംബത്തിനും പൈസ അടിച്ചു മാറ്റിയെടുക്കുവാനായിട്ട് പറ്റത്തില്ല. മാരിയോയുടെ അനുവാദമില്ലാതെ എന്താണ് ഇവർക്ക് ഇത് അടിച്ചു മാറ്റുവാനായിട്ട് പറ്റത്തില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ ജിജി അടിച്ചു മാറ്റി എന്നുള്ളത് ഇവരുടെ വെറും നിഗമനങ്ങൾ മാത്രമാണ്, ഇദ്ദേഹത്തിൻ്റെ സംശയം മാത്രമാണ് എന്ന് ഇദ്ദേഹം അവിടെ പറഞ്ഞു. ഷാജൻ അത് എടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് പറയുന്നുണ്ട്. പക്ഷേ അജ്മൽ വേറൊരു ചാനലിൽ പോയിട്ട് അതങ്ങ് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ അവൻ്റെ തെളിവൊന്നുമില്ല, അവൻ പ്രൂവ് ചെയ്യണം. അതിനകത്തോട്ട് ഞാൻ വരാം, അജ്മൽ എന്ന കുറുക്കനിലോട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രസ്റ്റും വേറൊരു ട്രസ്റ്റ് മാരിയോ ഇവരെ ചേർത്ത് പണിതു, അതായത് രൂപീകരിച്ചു എന്നുള്ളതാണ് ജിജിയുമായിട്ടുള്ള ഇപ്പോഴത്തെ വിഷയത്തിൻ്റെ കാരണം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജിജിയോട് ഇവർ പറഞ്ഞിട്ടുമില്ല. അതൊരു ചതിയിലൂടെ തന്നെ ഇവർ എഴുതി മേടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ നമ്മൾക്കറിയാം. ഇവർ വേറെ ഏതൊരു ട്രസ്റ്റായിട്ട് ഇവർ തുടങ്ങി, അതായത് സാധാരണ ഒരു നോർമൽ ട്രസ്റ്റായിട്ട് തുടങ്ങി. അതിനകത്ത് ജിജിയും ഉണ്ടായിരുന്നു, ജിജിയുടെ അമ്മയും ഉണ്ടായിരുന്നു, മാരിയോയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ആ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിടുകയാണ് എന്ന് പറഞ്ഞിട്ട് മാരിയോ ഇവരുടെ അടുത്ത് നിന്ന് എന്താ പറയുക റെസിഗ്നേഷൻ മേടിച്ചു. അപ്പോൾ ജിജിയും എഴുതി കൊടുത്തു, ജിജിയുടെ അമ്മയും എഴുതി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് മാരിയോ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വക്കീലിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് വക്കീൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് NGO ആയിട്ട് രൂപീകരിച്ചതെന്നൊക്കെ പുള്ളി പറഞ്ഞത് അതൊന്നുമല്ല, ഇതൊക്കെ മുൻപ് തന്നെ വെരി പ്ലാൻഡ് ആണ്. അപ്പോൾ ഇവർ, അതായത് കുടുംബത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തുവാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, അവരുടെ അടുത്തുനിന്ന് ഈ ഒരു പേര്, അതായത് കള്ളം പറഞ്ഞ അദ്ദേഹം രാജി അവരുടെ അടുത്തുനിന്ന് എഴുതി മേടിച്ചു. അതുമാതിരി അതിനകത്ത് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു കാര്യം അതിനകത്ത് നിന്ന് നമ്മൾക്ക് ക്ലിയർ ആയി. അവിടെയും എന്താണ് കള്ളമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തതിലോട്ട് വരാം. ഇനി ജിജിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് ജിജിയാണ്, ജിജി എന്താ പറയുക കുടിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ആയിരിക്കാം, കുടിക്കുന്നതായിരിക്കും, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇവർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ, ഈ മാരിയോ എന്ന് പറയുന്ന വ്യക്തി ആദ്യം എന്താണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് വന്നപ്പം പുള്ളി നല്ല സിൻസിയറായിട്ട് തന്നെ ഇതിനകത്തോട്ട് വന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. വന്നു, പുള്ളി എന്ത് ചെയ്തു, സുവിശേഷ പ്രഘോഷണം നടത്തി. സുവിശേഷ പ്രഘോഷണം നടത്തിയപ്പോൾ ഇവർക്കൊരു സ്ത്രീയെ അതിനകത്ത് നിന്ന് കിട്ടി, അതാണ് ജിജി. ജിജിയുമായിട്ടുള്ള വിവാഹം നടന്നു. അപ്പോൾ ജിജിക്ക് മദ്യപാനം ഉണ്ടായിരുന്നു എന്ന് മാരിയോ പറയുന്നു. ഓക്കെ, ഉണ്ടെന്നിരിക്കട്ടെ. എന്നിട്ട് ഇവർ അതുമായിട്ട് മുൻപോട്ട് പോയി. അപ്പം മുൻപോട്ട് പോയപ്പോൾ എന്തുകൊണ്ട് മാരിയോയ്ക്ക് ജിജിനെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ മാരിയോ അതിന് ചെറിയ സപ്പോർട്ട് കൊടുത്ത്, അതായത് വെള്ള പൂശി കൊണ്ടുപോയി എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മാരിയോ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജിജി ബിയർ മാത്രമേ കുടിക്കത്തുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതും പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ മാരിയോ പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ജിജി മദ്യപാനം തുടങ്ങിയത് എവിടുന്നാണെന്നും പറയുന്നുണ്ട്. എവിടുന്നാണ് തുടങ്ങിയത്, ഈ അജ്മലുമായിട്ടുള്ള വിഷയം. അതായത് അജ്മൽ ഇവരുടെ കുടുംബത്തിനകത്തോട്ട് കയറിയത് എപ്പോഴാണ്, 2018 പറയുന്നത്. അതായത് പ്രളയത്തിന് ശേഷം ഇദ്ദേഹം ഒരുപാട് ഏതാണ്ട് ചാരിറ്റിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നാരാണ് അജ്മൽ ഇവരുടെ കൂട്ടത്തിൽ കൂടിയത്. അന്നാരം തൊട്ടാണ്, അതായത് അജ്മൽ ഇതിനകത്ത് ചേർന്നതിന് ശേഷമാണ് ഇവരുടെ കുടുംബജീവിതത്തിൽ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെന്നും ആ വീഡിയോയിൽ നിന്ന് നമ്മൾക്ക് വളരെ വ്യക്തമാകും. അതായത് മാരിയോയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾക്ക് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പോൾ ജിജി എന്തുകൊണ്ട് അജ്മലിനെ ഇത്രയും വെറുക്കുന്നു, മാരിയോ ഇവന്, അതായത് അജ്മലിന് അടി കിട്ടിയെന്ന് പറയുന്നു, ജിജിയുടെ അടുത്ത് അടി കിട്ടിയെന്ന് പറയുന്നു. റീസൺ എന്താണ്, ചുമ്മാ ഒരു വ്യക്തി ഒരാളെ പിടിച്ചിട്ട് അടിക്കുമോ? ചുമ്മാ അടിക്കത്തില്ല. അടിക്കണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാകണം. ആ റീസൺ എന്താണ്, അത് ഇവർ ആരും പുറത്തോട്ട് വിട്ടില്ല. ജിജി അടിച്ചു എന്ന് പറയുന്നു. റീസൺ എന്താണ് എന്ന് ഇവർ പുറത്തോട്ട് പറയുന്നില്ല. ജിജി അടിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ സംതിങ് അവിടെ നടന്നിട്ടുണ്ട്, അതിനായിരിക്കണം അവിടെ അടി നടന്നിട്ടുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ജിജി ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ജിജി മദ്യപിക്കാൻ തുടങ്ങി. അപ്പോൾ മദ്യപിക്കുവാൻ ജിജി വീണ്ടും സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ അതിൻ്റെ അർത്ഥം ജിജി അത്ര മാനസിക സംഘർഷം അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണക്കാരൻ അജ്മലാണ് എന്ന് ജിജിയുടെ വീഡിയോ ക്ലിപ്പുകളിൽ നിന്നും ഓഡിയോ ക്ലിപ്പുകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതൊന്നും എനിക്കിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജിജി ഓൾറെഡി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എതിരെ. എന്ന് വെച്ചാൽ എനിക്കൊന്നും എതിരെയല്ല, എന്ന് വെച്ചാൽ ഇവരുടെ ഓഡിയോ ഒക്കെ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് അവരുടെ വീഡിയോ ഇതിനകത്ത് ചേർക്കുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എനിക്കല്ല കേട്ടോ, എനിക്കെതിരെ കേസുമില്ല. ഞാൻ വേറൊരാളുടെ വീഡിയോ എടുത്തൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി അവർ വേറെ ആർക്കൊക്കെ അവരുടെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഈ അജ്മലിനും അജ്മലിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതോ ഒരു വ്യക്തിയൊക്കെയാണ്, അവർക്കൊക്കെ എതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും ഇതിനകത്ത് ചേർക്കുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ ജിജി വീണ്ടും മദ്യപാനം തുടങ്ങുവാനുള്ള കാരണം ആരാണ്,
അജ്മലാണ് എന്ന് നമ്മൾക്ക് ഈ സംസാരങ്ങളിൽ നിന്നല്ല നമ്മൾക്ക് വ്യക്തമാണ് എന്ന് നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഈ അജ്മലിനെ സംബന്ധിച്ചിടത്തോളം അജ്മലിന് ഡൽഹി ബന്ധങ്ങളാണ്, അവിടങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അജ്മലിനാണ് ഈ കാര്യങ്ങളൊക്കെ, അതായത് ട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പെറുക്കി അതിൻ്റെ പുറകിൽ നടന്നത് ഞാനാണ് എന്ന് അജ്മൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അജ്മലിൻ്റെ പിന്നിൽ ഇതിനെക്കുറിച്ച് കളിക്കുവാനുള്ള ആരോ ഉണ്ട്. മാരിയോ ചിലപ്പോൾ ഇതിനകത്തെ ഒരു വിക്ടിമായിരിക്കാം എന്ന് മാത്രമേ നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അജ്മലിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമായ കാര്യമാണ്. ഇല്ല എങ്കിൽ ഇവർക്ക് ഓൾറെഡി ഉള്ള ട്രസ്റ്റുമായിട്ട് ഇവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് പറ്റണില്ല? ഇവർ NGO ആക്ട് പ്രകാരം മറ്റൊരു ട്രസ്റ്റ് രൂപീകരിച്ചു, അതും ഇത്രയും എന്താ പറയുക രഹസ്യ സ്വഭാവമുള്ള ട്രസ്റ്റ് ഇവർ രൂപീകരിക്കുവാനുള്ള കാരണം എന്താണ് എന്നും നമ്മൾ വ്യക്തമായിട്ട് ഇതൊന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് EDയോ ആരെങ്കിലും ഒക്കെ ഇതൊന്ന് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു നിസ്സാരമായ സുതാര്യമായ കാര്യമല്ല ഇവരിപ്പോൾ തുടങ്ങിയിരിക്കുന്ന പുതിയ ട്രസ്റ്റ്. ഓക്കെ, ഇനി അതിനകത്ത് ദേവസ്യ എന്ന് പറയുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനകത്തൊരു ഡെമ്മി മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയത്. ഓക്കെ, ഇനി അടുത്തതൊരു കാര്യം കൂടെ പറയാം. ഈ മാരിയോയും ജിജിയും ഇപ്പോൾ മാരിയോ അത്ര ജിജിനെ പറയുന്നില്ല. മാരിയോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജിജി കുത്തി എന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു മറുനാടൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ജിജി എന്നെ കത്തിക്കൊണ്ട് കുത്തി എന്ന് പറഞ്ഞിട്ടൊരു പാടൊക്കെ ഇവിടെ പൊക്കി കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് പുള്ളി പോലീസ് കംപ്ലൈൻറ്റുമായിട്ട് പോയി. എന്നാൽ പോലീസുകാർ പറഞ്ഞു ഇത് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ഇമേജ് പോകും, അതുകൊണ്ട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോലീസുകാരെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. എന്നിട്ട് മാരിയോ പിന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വീണതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ അവിടെ മൂരി എന്നാണ് മാരിയോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു മണ്ടന്മാരാണ് അവർക്ക് കുത്തിയതും വീണതും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള മണ്ടന്മാരാണോ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ എന്താണ് അതിനകത്തെ ഒരു സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ജിജി ആക്ച്വലി കുത്തിയോ എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ പുറത്തോട്ട് വരേണ്ടതുണ്ട്. ഇനി ഓക്കെ, അതെല്ലാം അവിടെ ഞാൻ ജിജിനെ ന്യായീകരിക്കുന്നുമല്ല, ജിജിയിലോട്ട് വരാം. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത വിഷയം എന്താണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജിജിനെ സംബന്ധിച്ചിടത്തോളം ജിജിയും കുടുംബക്കാരും തീരെ പാവപ്പെട്ടവരായിരുന്നെന്നാണ് പറയുന്നത് കേട്ടത്. അവരുടെ എന്താ പറയുക ചരിത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അവർ തീരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഇവർ നല്ല രീതിയിൽ ആദ്യം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതായത് മാരിയോ പ്രസംഗിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, അങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2018 ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അപ്പോഴാണ് ജിജിയും ജിജിയുടെ കുടുംബക്കാരും ഒക്കെ ട്രസ്റ്റിനകത്ത് മെമ്പേഴ്സ് ആകുന്നത്. അതായത് NGOയുടെ പേര് രൂപീകരിച്ച ആ ട്രസ്റ്റല്ല, വേറെ ഒരു ട്രസ്റ്റ്. ഓക്കെ, അത് നമ്മുടെ വേറെ ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റിനകത്താണ് ഇവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇവർ പൈസ അടിച്ചു മാറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതിനകത്തൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ എന്താ പറയുക ഈ ചക്കക്കൂട്ടാൻ്റെ എന്താ പറയുക നമ്മുടെ ഈ കൂഴച്ചക്ക ഉണ്ടല്ലോ, കൂഴച്ചക്ക ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പൊട്ടി വീണ് കിടന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്തോട്ട് ഈച്ച ഇങ്ങനെ പൊതിയും അല്ലേ. ഇനി അതിലെ കൂടെ പോകുന്ന ഏതെങ്കിലും കുഞ്ഞു പിള്ളേരൊക്കെ എന്താണ് ഈ സ്കൂളിലൊക്കെ പോകുന്ന പണ്ടത്തെ കാലത്തെ ചരിത്രം എടുത്താലും അന്ന് ദാരിദ്ര്യത്തിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ കൈയിട്ട് വാരി അതിങ്ങനെ കഴിക്കും. ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് പൈസ കാണാതെ കടന്ന് ഇവർക്ക് കുറേ പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയുക ഈ കൂഴച്ചക്കകത്ത് കൈയിട്ട് വാരി, ഇതുപോലെ കൈയിട്ട് വാരി, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ അവർക്ക് ഇതിനകത്ത് വേറെ ദുരുദ്ദേശങ്ങളില്ല. അപ്പോൾ കിട്ടാത്ത പൈസ ഇങ്ങനെ അധ്വാനിക്കാത്ത പൈസ കിട്ടിയപ്പോൾ ജിജിയും കുടുംബമൊക്കെ അതെടുത്ത് ഇഷ്ടം പോലെ പൊട്ടടിച്ചു. ഇനി അടുത്ത പോയിന്റിലോട്ട് വരണം. ഇവർ പറയുന്നു മാരിയോ അറിയാതെയാണ് ഇവർ പൈസ എടുത്തതെന്ന് പറയുന്നു. മാരിയോ അറിയാതെ പൈസ എടുക്കാൻ ഇവർക്ക് പറ്റത്തില്ല. ഏതോ ഒരു ചെക്ക് കള്ളച്ചെക്ക് ഇട്ടു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഇവർക്ക് മാരിയോ പറയുന്നു ആൾക്കാരുടെ പൈസയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മറുനാടനകത്ത് പറഞ്ഞു ആൾക്കാരുടെ പൈസയാണ്, അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതേ മാരിയോ പറയുന്നു ജിജിയുടെ ഫോൺ മാരിയോ പൊട്ടിച്ചു എന്ന ക്വസ്റ്റ്യൻ മറുനാടൻ ചോദിച്ചപ്പോൾ മാരിയോ പറയുന്നു ആ ഫോൺ മേടിച്ചു കൊടുത്തത് ഞാനാണെന്ന്. എന്ന് വെച്ചാൽ 1,70,000 എങ്ങാണ്ട് വിലയുള്ള ഫോൺ മേടിച്ചു കൊടുത്തത് ആരാണ്? മാരിയോ ആണ് മേടിച്ചു കൊടുത്തത്. അതാരുടെ പൈസയാണ്? അത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പൈസയാണ്. അപ്പോൾ ഈ പുള്ളി പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പൈസ സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാതെ അത് അതിനുവേണ്ടി തന്നെ ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഇദ്ദേഹത്തിൻ്റെ കപടതയാണ് ഞാനിപ്പോൾ ഒന്ന് തുറന്നു കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ഇത്രയും പൈസയുടെ മൊബൈൽ മേടിച്ചു കൊടുത്തത് എന്നുള്ളത് ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ജിജിയുടെ ആർഭാടത്തിന് മൗനസമ്മതം ആര് കൊടുത്തിരുന്നു? മാരിയോ കൊടുത്തിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾക്ക് വ്യക്തമാണ്. ഓക്കെ, ഇനി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ അജ്മൽ ഇപ്പോൾ വേറെ ചാനലുകളിലൊക്കെ കയറി കിടന്നുകൊണ്ട് ജിജി ഭയങ്കര സംഭവമാണെന്ന് വെച്ചാൽ ജിജി ഭയങ്കര വില്ലത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജിജിയുടെ കുടിക്കുന്നതാണെന്ന് സമ്മതിക്കുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ എല്ലാ ചാനലുകളിലും കയറി ഇറങ്ങി അജ്മൽ അങ്ങ് തകർക്കുന്നുണ്ട്. അജ്മൽ, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ കുടുംബത്തിൽ നിനക്കെന്താ ഇത്ര കാര്യം? നിനക്കെന്താ ഇതിനകത്ത് കാര്യം?
കാരണം നീ നിഷ്കളങ്കനാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് നേട്ടമില്ല, നിനക്ക് ഇവരുടെ പൈസ ആവശ്യമില്ല, നിനക്ക് ഇതിനകത്ത് ക്രൂക്കഡ് മെൻറ്റാലിറ്റി ഇല്ല എങ്കിൽ ഇവൻ നല്ല സ്വൈര്യമായിട്ട് അതിനകത്ത് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ പുറമേ നിന്ന് മാരിയോയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. ഇത് സപ്പോർട്ട് അങ്ങനെ കൊടുക്കാതെ ഇതിനകത്ത് കയറിയിരുന്ന് ഇവരുടെ കുടുംബം തകർക്കുന്ന വിധത്തിൽ ഇവൻ കളിക്കണമെങ്കിൽ മാരിയോ പോലും നമ്മുടെ മറുനാടനിനകത്ത് ഇൻ്റർവ്യൂവിനകത്ത് കുറച്ചുകൂടെ അത് ഒന്നാകണം, കുടുംബം ഒന്നാകണം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഒത്തിരി കരിവാരി തേക്കാതെയൊക്കെ പുള്ളി അതിനകത്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ അജ്മൽ എന്ന് പറയുന്നവൻ മറ്റ് ചാനലുകളിലകത്ത് കയറിയിരുന്ന് ജിജീനെ അങ്ങ് മഹാവില്ലത്തിയാക്കി അങ്ങ് നിർത്തുകയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ കുടുംബം ഒരിക്കലും റീജോയിൻ ചെയ്യരുത് എന്ന് ആർക്ക് നിർബന്ധമുണ്ട്? അജ്മലിന് നിർബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് അജ്മലിന് ആ നിർബന്ധം വരുന്നത്? അജ്മലിന് ആ നിർബന്ധം വരുവാനുള്ള കാരണം ഈ ട്രസ്റ്റിനകത്ത്, അതായത് ഇപ്പോൾ ഇവർ രൂപീകരിച്ചിരിക്കുന്ന പുതിയ NGOയുടെ കീഴിൽ രൂപീകരിച്ചിരിക്കുന്ന പുതിയ ട്രസ്റ്റിനകത്ത് എന്തൊക്കെയോ നിഗൂഢ പദ്ധതികൾ അജ്മൽ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിനകത്ത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾക്കറിയാം ട്രസ്റ്റ് മുഖാന്തരമല്ലാതെ ഈ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകളൊന്നും നടക്കത്തില്ല. ഈ ട്രസ്റ്റുകളുടെ എല്ലാം പിന്നിൽ ചില എന്തുണ്ട്? ഈ കള്ളപ്പണ ഇടപാടുകൾ ഇതിനകത്തുണ്ട്. നല്ലതായ ട്രസ്റ്റുകളുണ്ട്, ഓക്കെ, എന്നാൽ ഒരു 50% ട്രസ്റ്റിനകത്തും കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് ടാക്സ് കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തോ അജ്മലിന് ഇതിനകത്തും വ്യക്തമായ പ്ലാനുണ്ട്. ചിലപ്പോൾ മാരിയുടെ അറിവോടെ ആയിരിക്കാം, ചിലപ്പോൾ അറിവോടെ അല്ലായിരിക്കാം. എനിവേ എന്തെങ്കിലും ആകട്ടെ, ഈ അജ്മലാണ് ഇതിനകത്ത് മെയിൻ വില്ലനായിട്ട് നിൽക്കുന്നതെന്ന് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. ഇനി ചിലർ അതിൻ്റെ അടിയിൽ ചെന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, അയ്യോ പാവം ഒരു പാവമല്ല, ഇവനാണ് അതിനകത്ത് നല്ല ഒന്നാന്തരം കുറുക്കനെന്ന്. നമ്മൾക്ക് ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അല്ലാത്തവരാണല്ലോ, മണ്ടന്മാരാണല്ലോ ഇവർക്ക് വേണ്ട പൈസ ഇട്ട് കൊടുത്തത്. അങ്ങനെയുള്ള ആ മണ്ടന്മാർ ഈ കഥകളും ഒക്കെ വിശ്വസിച്ച് അയ്യോ പാവം അജ്മൽ, പാവം മാരിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും. അല്ലാതെ ബുദ്ധിയുള്ളവർക്ക് ഇതത്ര നിഷ്കളങ്കമായ പോക്കാണെന്നൊന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യത്തിനകത്തോട്ട് ഞാൻ വരാം. ഓക്കെ, നമ്മൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം തുടങ്ങി. ഓക്കെ, അതൊക്കെ ഇദ്ദേഹം ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഫൈൻ, അത് ആത്മാർത്ഥതയോടെ മുൻപോട്ട് പോയി. അന്ന് ഇവരുടെ കുടുംബജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇവർക്ക് സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യത്തിനുള്ള പൈസയെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇവരെ എവിടെ നിന്ന് മാറി? പോട്ടാധ്യാന കേന്ദ്രത്തിൽ നിന്ന് മാറി ഇവർ സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ ഇവരുടെ അടിസ്ഥാനം ഇളകി തുടങ്ങി. പിന്നെ എങ്ങോട്ട് പോയി? ട്രസ്റ്റിനകത്തോട്ട് പോയി, അതിനകത്ത് വന്നുകൂടിയ പണത്തിനകത്തോട്ട് പോയി. പണം ഇവരുടെ കുടുംബജീവിതത്തെ വരെ തകർത്തു, ഇവരുടെ മൂല്യങ്ങളെ തകർത്തു. ഇവർ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ അതിവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് ഇവർ ട്രസ്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്തിനാണ് ട്രസ്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? പണത്തിനോടുള്ള ആർത്തി മൂത്തപ്പം കർത്താവിനെ ഇവർ എങ്ങോട്ടിട്ടു? വെളിയിലോട്ടിട്ടു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ വിശ്വാസികളോട്, അതായത് പ്രത്യേകിച്ച് കത്തോലിക്കരാണല്ലോ ഈ മാരിയോനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നതൊക്കെ. അദ്ദേഹം ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഫൈൻ, പക്ഷേ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതമല്ല. അന്ന് അദ്ദേഹം ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ എത്ര വലിയ പ്രസംഗം നടത്തിക്കൊണ്ട് നടന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തില്ല എങ്കിൽ അത് ഈ പറയുന്നത് പോലെ മൂത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്നത് പോലെ അവിടെ കൊണ്ടത് അവസാനിക്കും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തിയിൽ ചേഞ്ചസ് കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ, കുടുംബത്തിൽ ചേഞ്ചസ് കൊണ്ടുവരുവാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം പരിശുദ്ധാത്മാവില്ല എങ്കിൽ അതൊക്കെ നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇവർക്ക് സംഭവിച്ചത്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവില്ലാത്ത സുവിശേഷ പ്രഘോഷണം. അതുകൊണ്ടാണ് ഇവർ സുവിശേഷം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് നീങ്ങിയത്? നമ്മുടെ ട്രസ്റ്റിൻ്റെ പുറകെ പോയത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി പൊതുജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, ഇനിയും നിങ്ങളിവരെ വിശ്വസിച്ച് ഇവരുടെ പുതിയ ട്രസ്റ്റിനകത്തോട്ട് നിങ്ങൾ പൈസ കൊടുക്കരുത്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുക്കരുത്. അതിനകത്ത് അവർക്ക് നിഗൂഢമായ പല ലക്ഷ്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഈ അജ്മലിനെ നമ്മൾക്ക് അത്ര നമ്പാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അവൻ്റെ ആ ഒരു ആക്ഷനും ഒക്കെ കാണുമ്പോൾ തന്നെ ഇവൻ എന്തൊക്കെയോ മറച്ച്, അതായത് ജിജിയുടെയും മാരിയുടെയും കുടുംബത്തെ പരിപൂർണമായും തകർത്ത് ഇവൻ ആ പിള്ളേരെ വരെ പറയുന്നുണ്ട് കേട്ടോ, പിള്ളേരെ വരെ ഇവൻ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് മാരിയോ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ ഏതവൻ പറഞ്ഞാലും, സ്വന്തം വീട്ടിലുള്ള അപ്പനും അമ്മയും പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കുവാൻ ഒരു നല്ല മാതാവിനോ പിതാവിനോ കഴിയത്തില്ല. കാരണം അവർക്ക് കുഞ്ഞുങ്ങളാണ് വലുത്. ഇവിടെ മാരിയോ എന്തുകൊണ്ട് സൈലൻ്റ് ആകുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ സൈലൻ്റ് ആക്കിയതാണോ മാരിയോ സൈലൻ്റ് ആയതാണോ എന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് പറയുവാനുള്ളത്, ഇനി കുടുംബം അത്ര യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യോജിച്ചാൽ തന്നെ ഈ അജ്മൽ അതിനകത്ത് ഇടങ്കോലിടും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം അജ്മലിനെ മാറ്റി നിർത്താതെ ആ കുടുംബം ഇനി റീജോയിൻ ആകത്തില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. ഇനി അജ്മലിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തുവാൻ കഴിയുന്നില്ല? അജ്മലിനെ ഇദ്ദേഹം മാറ്റി നിർത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയ ട്രസ്റ്റിനകത്ത് നമ്മൾ ആരും ചാരിറ്റി നമ്മൾ കൊടുത്തില്ലെങ്കിലും ഇവർക്ക് മറ്റു പല
പൈസകൾ ഇവർക്ക് വെളുപ്പിക്കാനുണ്ടാകും. അതിൻ്റെ പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത് പറയുവാനുള്ളത്, നമ്മളായിട്ട് നമ്മളുടെ പൈസ ഇവർക്കിനി ഒരു ട്രസ്റ്റിനകത്തും ഇവരിനി റീജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും കൊടുക്കാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൈസ അധ്വാനിച്ചുണ്ടാക്കുന്നത് സ്വന്തം പൈസയ്ക്ക് വിലയുള്ളവർ കൊടുക്കാതിരിക്കുക. ഇനി അടുത്തത് മാരിയോട് എനിക്ക് പറയാനുള്ളൊരു ചെറിയ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യ സമയത്ത് നിങ്ങൾ ചെയ്ത സുവിശേഷ പ്രഘോഷണമുണ്ടല്ലോ, ആത്മാർത്ഥത, കർത്താവിനെ ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു മതപരിവർത്തനം ആത്മാർത്ഥതയോടെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആദ്യകാലങ്ങളിൽ നടത്തിയ സുവിശേഷ പ്രഘോഷണത്തിലോട്ട് മടങ്ങി വരിക. അതിനകത്തോട്ട് മടങ്ങി വന്ന് നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുക. ചാരിറ്റിയൊക്കെ പുറത്തുള്ളവർ ചെയ്യട്ടെ, വേറെ ആൾക്കാർ ചെയ്യട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പൂർത്തീകരിക്കുക. ഇതാണ് നിങ്ങളിൽ ഒരു ക്രിസ്തുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് ഇതായിരിക്കും. അതല്ല, നിങ്ങൾ കുടുംബത്തെ തകർത്ത് ട്രസ്റ്റുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എഴുതി തരാം, ഇദ്ദേഹം ഒരു യഥാർത്ഥ കള്ളനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ അജ്മലിൻ്റെ മാരിയുടെയും പിന്നിൽ വലിയ വമ്പൻ ടീമുകൾ പതിയിരിക്കുന്നു എന്നുള്ളതിനകത്തും യാതൊരു തർക്കവും. ഇനി ദേവസി ആൻ്റണി എന്ന് പറയുന്ന സാറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനകത്ത് നിഷ്കളങ്കരാണെന്നാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞതും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിച്ചോളുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.